കുറ്റവാളികൾ സർക്കാരിന് വേണ്ടപ്പെട്ടവരായാൽ ഏത് ഭീകരമായ കുറ്റകൃത്യവും കേരളത്തിൽ വെറുതെ വിടപ്പെടുന്ന വെറും സാധാരണ കേസുകളായി മാറും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ കണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കോടതി വെറുതെ വിട്ടിരിക്കുക. വെറുതെ വിടുമ്പോഴും കോടതി പ്രോസിക്യൂഷൻ്റെ ദയനീയമായ പരാജയം, പോലീസ് അന്വേഷണത്തിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് കാണിച്ചാണ് പ്രതിയെ വെറുതെ വിട്ടത്. തെളിവുകൾ സമാഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. സമാഹരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല. ശാസ്ത്രീയമായ തെളിവെടുപ്പ് പോലീസ് നടത്തിയില്ല. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി വിധിയിൽ തന്നെ ഉള്ളത്. പ്രതി അറിയപ്പെടുന്ന ഒരു CPM നേതാവാണ്, ഡിവൈഎഫ്ഐ ഭാരവാഹിയാണ്. അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കേസ് വെറുതെ വിട്ട കേസായി മാറിയത്. ഈ കേസ് പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ചാർജ് ചെയ്യേണ്ട കേസായിരുന്നു. പക്ഷെ ആ വകുപ്പ് ഇവിടെ പോലീസ് ചാർത്തിയില്ല. ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കേണ്ട കേസായിരുന്നു. പകരം ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് കേസ് അന്വേഷിച്ചത്. തുടക്കം മുതലേ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ് പോലീസിൻ്റെ വീഴ്ചയെ സംബന്ധിച്ച്. പോലീസിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ ദയനീയ പരാജയമാണ് വണ്ടിപ്പെരിയാറിൽ കണ്ടത്. ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ്, ഗുരുതരമായ കൃത്യവിലോപമാണ്. ദാരുണമായ ഈ കേസിൽ പ്രതികൾ വെറുതെ വിടപ്പെട്ടത്. അതിന് ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് ശ്രീ പിണറായി വിജയനാണ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. CPM നേതാക്കളോ സർക്കാരിന് വേണ്ടപ്പെട്ടവരോ പ്രതികളായിട്ടുള്ള എല്ലാ കേസുകളുടെയും അവസ്ഥ ഇതാണ്. വാളയാർ കേസിൽ ഇതാണ് സംഭവിച്ചത്. മധുവിൻ്റെ കേസിൽ, അട്ടപ്പാടി മധുവിൻ്റെ കേസിൽ ഇതാണ് സംഭവിച്ചത്. അവിടെയും എല്ലാ പ്രതികളും നിയമത്തിന് മുമ്പിൽ വലയിൽ വന്നില്ല. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലും സമാനമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് വീഴ്ച ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു വിശദീകരണവും നൽകുന്നില്ല. കേരളത്തിന് പറ്റിയൊരു വിധിയല്ല വന്നത് എന്ന് മാത്രം പറഞ്ഞ് മുഖ്യമന്ത്രി കൈ കഴുകുകയാണ്. കേസ് അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുമോ? കോടതി തന്നെ ചൂണ്ടിക്കാണിച്ച ഗുരുതരമായ കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ ഈ സർക്കാർ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അപ്പീൽ പോകുമെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പീൽ പോവാതിരിക്കാൻ കഴിയില്ല സർക്കാരിന്. പക്ഷെ ആത്മാർത്ഥമായ ഒരു സമീപനം സർക്കാർ എടുത്തില്ല. ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് കൂടുതൽ ഫലപ്രദമായ ഏജൻസികളെ വെച്ച് അന്വേഷണം നടത്തേണ്ടിയിരുന്ന സർക്കാർ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ കേസിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. മുഖ്യമന്ത്രി അവരെ പുറത്താക്കാൻ തയ്യാറാവുമോ? CPM നേതാക്കളുടെ സഹായത്തോടു കൂടിയാണ് പോലീസിൻ്റെ കൃത്യവിലോപം നടന്നത് എന്ന് വ്യക്തമായിരിക്കുക. രക്ഷിതാക്കൾ തന്നെ പറയും. പ്രതികൾക്ക് വേണ്ടി ഇടപെടാൻ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി. CPMൻ്റെ നേതാക്കളാണ് ഇടപെട്ടിരിക്കുന്നത്. അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമോ? മുഖ്യമന്ത്രി ആത്മാർത്ഥതയോടുകൂടിയാണ് കേരളത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് പറ്റിയ ഒരു വിധിയല്ല വന്നത് എന്ന് പറഞ്ഞതെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുമോ? ഈ കേസിൽ രാഷ്ട്രീയമായി ഇടപെട്ട പാർട്ടി സഖാക്കൾക്കെതിരെ നടപടിയെടുക്കുമോ? ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കേസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ ഒരു പ്രതിച്ഛായ കേരളത്തെ സംബന്ധിച്ച് പുറം ലോകത്തിന് നൽകുന്ന ഒരു വിധിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന പട്ടികജാതി കമ്മീഷൻ അനങ്ങിയില്ല. സംസ്ഥാനത്തെ മറ്റ് മനുഷ്യാവകാശ സംഘടനകൾ ആരും തന്നെ പ്രതികരിച്ചില്ല. സാമൂഹ്യ പ്രവർത്തകർ ആരും തന്നെ രംഗത്ത് വന്ന് കണ്ടില്ല.
കേരളത്തിൽ എന്തും നടക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് വണ്ടിപ്പെരിയാറിൽ നാം കണ്ടത്. കേരളത്തിലെ സ്ത്രീ സുരക്ഷ അവതാളത്തിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്ത സ്ഥിതി കേരളത്തിൽ വന്നിരിക്കുക. സമ്പൂർണ്ണമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ വകുപ്പായിട്ടുള്ള ആഭ്യന്തര വകുപ്പിനുമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹം നേരിടുന്ന മറ്റ് നിരവധി വെല്ലുവിളികളുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല. വൈകുന്നേരമായാൽ സ്ത്രീകൾക്ക് പലയിടത്തും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. സർക്കാർ ചെലവിൽ വലിയ PR പബ്ലിസിറ്റി നടത്തിയ മാനവീയം വീതിയിൽ തുടർച്ചയായി സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുന്നില്ല. അത്തരം സ്ഥിരം കുറ്റവാളികളെ കണ്ടെത്താൻ നിരീക്ഷണ സംവിധാനങ്ങളില്ല. പോക്സോ കേസുകളിൽ പലയിടത്തും അന്വേഷണം ശരിയായ നിലയിൽ നടക്കുന്നില്ല. ഗൗരവമേറിയ കേസുകളിലെല്ലാം പോലീസിൻ്റെ അലംഭാവം വളരെ വ്യക്തമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. ഇത്തരം കേസുകളിൽ ഇടപെടുന്ന സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരായി ഒരു അന്വേഷണവുമില്ല, നടപടിയുമില്ല. ഉന്നത പാർട്ടി നേതാക്കന്മാർക്കെതിരെ വന്ന സ്ത്രീപീഡന കേസുകളെല്ലാം പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് ഒതുക്കി തീർക്കുന്ന നിലയാണ് കേരളത്തിൽ കണ്ടത്. അതിൻ്റെ എല്ലാം ദുരന്തമാണ് വണ്ടിപ്പെരിയാറിലെ വിധിയിലൂടെ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ മാത്രം ഒതുക്കുകയാണ് സർക്കാർ. സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെല്ലാം വെറും പ്രചാരവേല മാത്രമാണ്. സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി അടിമകളായി മാത്രമാണ് ഈ ഗവൺമെൻറ് കാണുന്നത്. പാർട്ടി സമ്മേളനങ്ങൾക്ക് ആളെ കൂട്ടാനുള്ള ഉപാധിയാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ ഈ സർക്കാർ മാറ്റുകയാണ്. ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും അതുപോലെ സ്വാശ്രയ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെയുമെല്ലാം സർക്കാർ കബളിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കുടുംബശ്രീകൾക്ക് വേണ്ടി നൽകുന്ന ധനസഹായം പോലും, സംരംഭകത്വം വർദ്ധിപ്പിക്കാൻ നൽകുന്ന ധനസഹായം പോലും സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായമായി കുടുംബശ്രീ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സർക്കാർ.